തന്റെ നാടായ പഞ്ചാബിൽ നിന്ന് ഇന്ത്യൻ ദേശീയ ടീമിൽ എത്താനായി അങ്ങേയറ്റം കഠിന പ്രയത്നം നടത്തിയിട്ടും ഒരു ഫലവും ലഭിക്കാതെ ഇന്ത്യയിൽ നിന്ന് കാനഡയിലേക്ക് നാടുവിടാൻ ഉറപ്പിച്ച് തീരുമാനിച്ച ഒരു 24-കാരൻ. എന്നാൽ തന്റെ പിതാവിന്റെ വാക്കുകൊണ്ട് മാത്രം ഒരു വർഷം കൂടി ഇന്ത്യയിൽ തുടരാൻ അവൻ തീരുമാനിച്ചു. പക്ഷേ അത് അവന്റെ ക്രിക്കറ്റ് കരിയറിൽ വരുത്തിയ മാറ്റം വളരെ വലുതായിരുന്നു. മുംബൈ ഇന്ത്യൻസ് 2024 IPL മെഗാലേലത്തിൽ 5.25 കോടി രൂപയ്ക്ക് സ്വന്തമാക്കിയ താരം നമൻ ധീറിന്റെ കഥയാണിത്. ചെറുപ്പം മുതൽ ക്രിക്കറ്റിൽ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ചിട്ടും വേണ്ട രീതിയിലുള്ള അംഗീകാരം ലഭിക്കാതെ വന്നപ്പോൾ കാനഡയിലേക്ക് കൂടുമാറാൻ ശ്രമിച്ച താരമായിരുന്നു നമൻ ധീർ. എന്നാൽ ഒരു നിമിഷത്തെ തീരുമാനത്തിലൂടെ നമന് തന്റെ കരിയർ തിരിച്ചു കിട്ടുകയായിരുന്നു. 2024 ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ മുംബൈ ഇന്ത്യൻസിനെ 7 മത്സരങ്ങളിൽ പ്രതിനിധീകരിച്ചിട്ടുള്ള താരമാണ് നമൻ. 7 മത്സരങ്ങളിൽ നിന്ന് 140 റൺസാണ് നമൻ സ്വന്തമാക്കിയത്. എന്നാൽ 2 വർഷം മുൻപ് നമൻ ധീറിന്റെ ജീവിത സാഹചര്യം മറ്റൊന്നായിരുന്നു. അണ്ടർ 16 ലെവലിൽ പഞ്ചാബ് ടീമിനെ പ്രതിനിധീകരിക്കാൻ അവന് അവസരം ലഭിച്ചിരുന്നു. അതിനുശേഷം ഒരുപാട് മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ചിട്ടും വേണ്ട രീതിയിലുള്ള അംഗീകാരം താരത്തിന് ലഭിച്ചില്ല. അവന്റെ കരിയർ ഒരു വശത്ത് നിലച്ചു പോവുകയായിരുന്നു. ഈ സാഹചര്യത്തിൽ ഇന്ത്യയിൽ നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് മാറി ക്രിക്കറ്റ് പരിശീലനം തുടരാൻ അവൻ തീരുമാനിച്ചു. അങ്ങനെയാണ് നമൻ കാനഡയിലേക്ക് ചേക്കേറാൻ തീരുമാനിച്ചത്. അതിനെപ്പറ്റി നമൻ പറയുന്നത് ഇങ്ങനെയാണ്: അന്ന് പഞ്ചാബിനായി കളിച്ച പകുതി ആളുകൾക്കും കാനഡയിലേക്ക് മാറാനായിരുന്നു താല്പര്യം. അതിൽ ഒരാളായിരുന്നു ഞാനും. 2022 തുടക്കത്തിൽ ഞാൻ ഇവിടെ ക്രിക്കറ്റ് കളിക്കുന്നത് തന്നെ നിർത്താൻ തീരുമാനിച്ചു. എന്റെ സഹോദരി കാനഡയിലാണ് ജീവിക്കുന്നത്. അങ്ങോട്ട് പോവുക എന്നതായിരുന്നു എന്റെ ലക്ഷ്യം. എന്നാൽ ആ സമയത്ത് എന്റെ പിതാവ് അടുത്തു വരികയും ഒരു വർഷം കൂടി ക്ഷമിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. അങ്ങനെ ഞാൻ ഒരു വർഷം കൂടി ഇന്ത്യയിൽ തുടരാൻ തീരുമാനിച്ചു. 2022 ഡിസംബറിലാണ് എനിക്ക് രഞ്ജി ട്രോഫിയിൽ അരങ്ങേറ്റം കുറിക്കാൻ അവസരം ലഭിക്കുന്നത്. ശേഷം ഒരു വർഷങ്ങൾക്കിപ്പുറം 2023 മുംബൈ ഇന്ത്യൻസ് എന്നെ IPL ലേലത്തിൽ സ്വന്തമാക്കി. നമൻ പറയുന്നു. തന്റെ മകന്റെ അഭിമാനകരമായ വളർച്ചയെപ്പറ്റി നമന്റെ പിതാവ് നരേഷ് പറയുന്നത് ഇങ്ങനെയാണ്: അന്നവൻ സ്കൂളിൽ പോകുന്ന സമയത്ത് ഞാൻ ക്രിക്കറ്റ് പരിശീലനത്തിനായി വിളിച്ചുകൊണ്ടുവരുമായിരുന്നു. ആ സമയത്ത് അവന്റെ പ്രിൻസിപ്പൽ പറഞ്ഞത് ഞാൻ അവന്റെ കരിയർ നശിപ്പിക്കുന്നുവെന്നാണ്. ഒരിക്കൽ പോലും ഞങ്ങളുടെ സ്ഥലമായ ഫരീദ്കോട്ട് നിന്ന് പഞ്ചാബ് ടീമിനെ പ്രതിനിധീകരിക്കാൻ ആർക്കും സാധിച്ചിട്ടില്ല. അതുകൊണ്ട് സ്വപ്നങ്ങൾ മറന്നേക്കൂ എന്നാണ് അവർ അന്ന് പറഞ്ഞത്. പക്ഷെ ഞാനന്ന് നമനോട് പറഞ്ഞതൊരു കാര്യമാണ്: ഒരിക്കൽ നീ മൈതാനത്ത് സിക്സറുകൾ നേടുന്നത് ഇവരൊക്കെയും TV-യിൽ കാണും. അന്ന് ഈ വിമർശനങ്ങൾ കയ്യടികളായി മാറും. നമന്റെ പിതാവ് പറയുന്നു. 2024 IPL-ൽ വളരെ മികച്ച പ്രകടനങ്ങളായിരുന്നു അവൻ കാഴ്ചവെച്ചത്. ലക്നൌ ടീമിനെതിരായ മുംബൈയുടെ മത്സരത്തിൽ 28 പന്തുകളിൽ 62 റൺസാണ് താരം നേടിയത്. 5 സിക്സറുകൾ മത്സരത്തിൽ സ്വന്തമാക്കാനും താരത്തിന് സാധിച്ചിരുന്നു. ഇത്തവണത്തെ ലേലത്തിൽ മുംബൈ ഇന്ത്യൻസിനൊപ്പം ഡൽഹി, പഞ്ചാബ്, രാജസ്ഥാൻ, ബാംഗ്ലൂർ ടീമുകൾ നമൻ ധീറിനായി രംഗത്തെത്തിയിരുന്നു. ഇത്തവണയും IPL-ൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുമെന്നാണ് നമന്റെ പ്രതീക്ഷ. സ്പോർട്സ് വാർത്തകൾക്കും അപ്ഡേറ്റ്സിനും നമ്മുടെ മോർ സ്പോർട്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്.